ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ബ്രൈഡ് ടു ബി ആണ്. പൊന്നി നിന്നെ കണ്ണാടി കാണാം. ഹായ്. ഇന്ന് എൻ്റെ ബ്രൈഡ് ടു ബി ആണ്. അതായത് ഇന്നലെ ഞങ്ങളെ പാണ്ടിമേളുണ്ട്. അപ്പോൾ അവിടെ തന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങളുടെ ബ്രൈഡ് ടു ബി ആണ്. എന്നെ റെഡിയാക്കാൻ വേണ്ടി രേഷ്മ ചേച്ചിയും ടീമും വന്നിട്ടുണ്ട്. പേരെന്താ? ക്യൂട്ടായിട്ട് പറഞ്ഞു ഹായ്. ഞാൻ ഇവരെ കുറെ നേരമായിട്ട് ഇവിടെ പിടിച്ചിരുത്തിയൊക്കെയാണ് കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴേ അസ്വി ചേച്ചിയൊക്കെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ലേറ്റ് ആയിപ്പോയി. നമുക്ക് തുടങ്ങാം. കണ്ടാ പൂട്ടാ ചേച്ചി മോഡലായിട്ട് നിന്നു. ചേച്ചി ക്യാമറ ഓണാക്കും. ചേച്ചി ഇങ്ങനെ ഇരിക്കും ശശിക്കി എന്നൊക്കെ പറഞ്ഞു. സോ നമ്മളിതാ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈഡ് ടു ബി ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള ബ്രൈഡ് ടു ബി ആണ്. ഞാനിപ്പോൾ എന്താ തലയൊക്കെ ഒന്ന് കെട്ടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലത്തെ റിവ്യൂ ചോദിക്കട്ടെ. എനിക്കൊന്നും ചോദിക്കാൻ പറ്റിയില്ല പേഴ്സണലി. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തത്? അടിപൊളിയായിരുന്നു, സൂപ്പർ. നമ്മള് പാണ്ടിനായിട്ട് സത്യം പറഞ്ഞ കുറെ റീൽസിലൊക്കെ കണ്ടപ്പം നമ്മളത് എങ്ങനെയാവും നമുക്കൊരു ഇതിലായിരുന്നു. സീന് പരിപാടിയായിരുന്നു, അടിപൊളിയായിരുന്നു. മാളുവിന്റെയും ടീമിന്റെയും സ്പെഷ്യൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സർപ്രൈസ് ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അഭി എവിടെയാ കൂട്ടാ? ഫ്രണ്ടിൽ കായലാണ്. അപ്പം എനിക്കതുകൊണ്ട് പേടി ഉണ്ട്. അവരെല്ലാവരും കൂടെ അവിടുത്തെ റൂമിൽ ഒരുക്കണം. അബിയാണ് റൂം സെറ്റ് ചെയ്യണം നമ്മുടെ ഷൂട്ട് ചെയ്യാൻ. നമ്മൾ സത്യം നമ്മളെല്ലാം സിമ്പിൾ എന്ന് പറയുകയും ചെയ്യും. അവസാനം വരുമ്പോഴത്തേക്ക് ഒരു നമുക്ക് ഗാനോ നമ്മളെല്ലാം സിമ്പിൾ എന്ന് പറയാം. പക്ഷെ അമ്മക്ക് സിമ്പിളാണല്ലേ, സിമ്പിൾ തന്നെയായിരിക്കും. പക്ഷെ അടിപൊളിയാണ്. ഓക്കെ, അപ്പം ഞാൻ പോയി റെഡി ആവട്ടെ. ഇവിടെ നിന്ന് ദോശയായിരുന്നു. എനിക്കാണെങ്കിൽ എന്നും ദോശ എൻ്റെ നാക്കൊക്കെ ചാത്തിരിക്കുകയാണ്. അമ്മോട് റെഡിയായി. ഞങ്ങളിവിടെ കമ്പും കോലും വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അനാമി ഇവിടെ എല്ലാം തെറ്റിക്കുന്നു, ഉള്ളതെല്ലാം വലിച്ചൊടിക്കുന്നു, ഇവിടെ ഉള്ളതെല്ലാം കുത്തി പൊട്ടിക്കുന്നു. ഇതെല്ലാം ഒട്ടിക്കുന്നതിന്റെ എക്സ്പെർട്ട് എന്റെ ഇൻസ്ട്രക്ഷൻസിൽ ഇതിൽ കൂടുതൽ വലിയൊരു മാറ്റം ഫെയിലർ ആ മനുഷ്യനില്ല. സോ ഗൈസ്, ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. മേക്കപ്പ് ഒക്കെ ചെയ്ത് ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് വെയിലൊക്കെ വെച്ചിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് ഞാൻ എന്താ വെയിലും വച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫറിൻ്റെ ഒരു ഇതിനെന്തൊരു പറയണമെന്ന് എനിക്കറിയില്ല. ഇതാരാ? വരണം, അഗ്രങ്ക വരണം. കൊള്ളാമോ? എല്ലാം പാഷനാ പുതിയ. നീ റെഡിയല്ലേ? ഇതൂടെ ഇട്ടാൽ മതി. നമ്മളെ ബ്രൈഡ് ടു ബീഡ ബ്രൈഡ്സ് മെയ്ഡ്. എനിക്ക് അത്രയ്ക്കുള്ള വരെ ഇല്ല. ഞാൻ ഡിഗ്രിയോടെ നിർത്തിയാണ്. അതിനുള്ള വരെ എനിക്കില്ല. എൻ്റെ ബ്രൈഡ്സ് മെയ്ഡ്. താങ്ക്സ്. എനിക്ക് വയ്യ. ആ ചേട്ടൻ മാലാഖി. പക്ഷെ എൻ്റെ ചെറുത്താൻ്റെ സ്വഭാവമാണെന്നേ ഉള്ളൂ എൻ്റെ. അത് തുടങ്ങാം. ഇവരിപ്പം ഡ്രസ് ഒന്നുമില്ല, ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും. നമുക്ക് എൻ്റെ സിംഗിൾ എടുത്താലാ? വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം. ആ ബാഗ് എടുത്ത് രഹസ്യമായിട്ട് ഞാൻ കൊണ്ടു കിടക്കുന്നതാണ്. ഇതാരും അറിഞ്ഞിട്ടില്ല. ഭയങ്കര സർപ്രൈസ് ആണ്. പെണ്ണുങ്ങൾ സർപ്രൈസ് ആണ്. ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്റെ ചവിട്ടല്ലേ ഇതൊക്കെ വെച്ചിട്ട് നമ്മളിന്ന് ഷൂട്ട് തുടങ്ങാൻ പോയാണ്. ഷൂട്ട് തുടങ്ങാൻ ചേട്ടാ നമ്മള് ഷൂട്ട് തുടങ്ങാൻ പോവാണ് ഗൈസ്. നമ്മൾ എൻലെസ് വെഡിങ് ആണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകണം. തുടങ്ങാം. ഓക്കെ. കുറേ പെണ്ണുങ്ങൾ കുളിച്ചണക്ക് വരണം കേട്ടോ. വീട്ടിൽ രാത്രി ഉറക്കം എണീറ്റ് വരണ കണക്കൊക്കെ വരണം ഗൈസ്. അതാണ് ബ്രൈഡ്സ് മെയ്ഡിന്റെ ഔട്ട്ഫിറ്റ്. ബ്ലാക്ക് സാറ്റിൻ നൈറ്റ് ഡ്രസ്. നമ്മുടെ ഷൂട്ട് തുടങ്ങിയുണ്ട്. നമുക്ക് ചുണ്ടൊക്കെ ഉണ്ട്. ഷൂട്ട് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ടില്ല. ഗൈസ്, എന്റെ ബ്രൈഡ്സ് കോഡിനെ നോക്കൂ. അങ്ങോട്ട് നോക്കൂ. കറുത്ത നൈറ്റ് ഡ്രസ്, സാറ്റിൻ നൈറ്റ് ഡ്രസ് ആണ് തീം. ഹായ് പറയൂ.
ഇത്രയും നല്ലതും കുട്ടിയൊക്കെ ആയിട്ടാണ് ഇരിക്കണത്. ഫോണിന് വെള്ളാപ്പിനെ കുറിച്ചോണ്ട് പോവാം. കോമഡി ഇവിടെ നല്ല ഡ്രസ് ചേച്ചിയാണ് എന്റെ കോമഡി എപ്പോഴും നല്ല നല്ല ചിരിക്കാറ്. ഇന്നലെ ഞാൻ പറഞ്ഞ കോമഡി ചേച്ചി അവിടെ കസേരയിൽ ഇടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. സോ നമ്മള് പരിപാടി തുടങ്ങിയില്ല തുടങ്ങി. അപ്പൊ നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഷാമ്പയിൻ പൊട്ടിച്ച് നമ്മൾ നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഇൻഡോർ തന്നെ പിടിച്ച കേസ്, കാരണം വെളിയിൽ ഇറങ്ങാൻ വയ്യ, കരിഞ്ഞു അമ്മാരി വെയില്. സോ നമുക്ക് once again നമുക്ക് ഇതാ നമ്മള് ബ്രൈറ്റ് ടു ബി ഷൂട്ട് ചെയ്യുമ്പോ ഇനി ഒളിച്ച് തക്കം പാത്തൊക്കെ വന്ന് എനിക്ക് ഗിഫ്റ്റ് എന്നിട്ട് കണ്ണ് എങ്ങനെ ഇരിക്കുകയാണ്. ഓൾറെഡി ചേച്ചിയുടെ വീഡിയോ ഉണ്ട്, ചേച്ചി എന്തോന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിച്ചാണ്. ചാൽ സംഗീതത്തിന്റെ ഹോള്. താങ്ക് യു ചേച്ചി. എനിക്ക് രോമാണ് ഇതാ നോക്ക്, രോമാഞ്ചം വരണം എനിക്ക്. കുരുകുരാ വന്ന് ഞാൻ തുറക്കട്ടാ? കുഴപ്പമുണ്ടാവും പേടിക്കല്ലേ ചേച്ചി? ഇഷ്ടായി, അടിപൊളി. എനിക്കറിയാട്ടോ ചേച്ചി, എനിക്കിത് ഇങ്ങനെ പറയുന്നത് അത്ര സന്തോഷമായി. എനിക്ക് അങ്ങനെയല്ല, ബ്രാൻഡ് അങ്ങനെയല്ല, പക്ഷെ മനസ്സിലായില്ലോ ചേച്ചി. ഞാൻ ചേച്ചി ഇപ്പൊ കഴിപ്പിക്കും. വീട് നോക്ക്, എനിക്ക് ചേച്ചി വെഡിങ് ഗിഫ്റ്റ് തന്നത്. അതേ എനിക്ക് ഭയങ്കര സന്തോഷം. സൂപ്പർ അല്ലേ? മറ്റേത് ഞാൻ പൊട്ടിച്ചു നോക്കട്ടാ. എന്റെ ഡ്രസ്സാണോ? ഒരു ബ്രാൻഡിന്റെ ഒയ്യോ ചേച്ചിയുടെ ബ്രാൻഡ്. ഹായ് സുന്ദരി ബ്രാൻഡ് ചേച്ചി. ഇത് പൊളി ചേച്ചി, പൊളി ചേച്ചി, പൊളി. ഒയ്യോ സൂപ്പർ. ചേച്ചി തുടങ്ങിയില്ലല്ലോ, ലോഞ്ച് ചെയ്യാൻ പോകുന്നു. എന്ന് ലോഞ്ച് ചെയ്യണം? ഓ ചേച്ചി പൊളിഞ്ഞ. ഓ സൂപ്പർ, കവറൊക്കെ പൊളിയല്ലേ ചേച്ചി? അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. പ്രൗഡ് ഓഫ് യു. ഞാൻ ആക്രമണത്തിലാണ് പൊട്ടിക്കണം. ഈ മാളുവിന്റെ കാര്യം അത് പഴപ്പഴാക്രമണങ്ങള്. ചേച്ചി ഓ ചേച്ചി സെറ്റ് ചേച്ചി. ടോപ്പൊക്കെ ഓ ചേച്ചി അടിപൊളി, അടിപൊളി അങ്ങനത്തെ രീതിയിൽ. ഓ ചേച്ചി സൂപ്പർ അല്ലേ ചേച്ചി? എനിക്ക് ഭയങ്കര ഇത് വരണം, അടി വയറ്റി നിന്നൊക്കെ ഒരു എന്തോ സംഭവം വരില്ല. ഭയങ്കര പ്രൗഡ് ഓഫ് യു ചേച്ചി. ചേച്ചി സൂപ്പർ, എനിക്ക് പറയാൻ വാക്കുകളില്ല. അടിപൊളി. ഇല്ല എന്നാലും സൂപ്പർ. അസ്വിക ചേച്ചി ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് പേരെ കണ്ടെത്തട്ടെ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ബ്രൈഡ് ടു ബിയുടെ ഷൂട്ടാ കഴിഞ്ഞിട്ട് ഞാൻ എന്താ എത്തിയേ. ഓ എൻ്റെ കോലം കണ്ട എനിക്ക് ഉറങ്ങാത്തോണ്ടേ ഭയങ്കര വിഷമവും ഒരുമാതിരിയൊക്കെ. പക്ഷെ ഇത് ഞാൻ കുളിച്ച് വന്നിട്ട് ഒരു കുങ്കുമൊക്കെ അങ്ങോട്ട് കുങ്കുമ പൊട്ടൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. സോ അത്രയുള്ളൂ, കാരണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അയച്ചും ചെയ്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്.
നല്ലതായിരുന്നു കേട്ടോ ബ്രൈഡ് ടു ബി ഷൂട്ട്. കാരണം പെട്ടെന്ന് തീർന്നു. 11:30 തുടങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂറിലാണ്ട് തീർന്നു. സോ അടിപൊളിയായിരുന്നു. കാരണം ടക്കനെ എല്ലാം തീർത്ത്. കാരണം അപ്പു അബിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാ സാധനവും നമ്മളിവിടെ നിന്ന് കൊണ്ടുപോയതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രൈഡ് ടു ബിയുടെ ഷൂട്ടിന് പ്രത്യേകിച്ച് ഒരു പെട്ടിയിലൊക്കെയാണ് സാധനങ്ങളുണ്ട്. മറ്റേ ഈ പ്ലക്കാർഡ് അല്ലാതെ കുറച്ച് ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ. അപ്പം അതെല്ലാം ഇങ്ങനെ ടക്കനെ നമ്മൾ ഒരു സെക്ഷൻ കഴിയുന്നു അടുത്തെടുക്കുന്നു, ഒരു സെക്ഷൻ കഴിയുന്നു എടുക്കുന്നു. സോ നൈസായിരുന്നു. അങ്ങനെ അപ്പം അത്രേ ഉള്ളൂ. ആൻഡ് എനിക്കറിയാം ഇപ്പോൾ കുറേ പേര് എനിക്ക് ഇങ്ങനെ കമൻറ്റ് വന്ന് ചേച്ചി ഇത് കല്യാണം സിമ്പിളായിട്ടല്ലേ നടത്തുന്നത്. ഗൈസ് കല്യാണം സിമ്പിളാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു കല്യാണം സിമ്പിളാണ്. അതിന് മുമ്പുള്ള ഫങ്ഷൻ ഇതാക്കിയെന്നേ ഉള്ളൂ. കാരണം ഞാൻ പിന്നെയും ഒരു ഇത് കണ്ടതാണ്. ഞാൻ ജസ്റ്റ് പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും വച്ചിട്ട് പറയാം. കാരണം അത് 10 പറയാനുണ്ട്. ഓക്കെ കണ്ട കമൻറ്റാണ്. നമ്മൾ ഈ നമ്മൾ ഈ ഫംഗ്ഷൻ നടത്തണ പോലെ എല്ലാവരും ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നിൽക്കരുതെന്നുള്ളത്. അത് ഞാൻ അങ്ങോട്ട് പറയാണ്. ഒരിക്കലും നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ താല്പര്യം, അതനുസരിച്ച് വേണ്ടിയിട്ട് ചെയ്യാം. ഇതിപ്പം നമ്മളൊരിക്കലും ഞാനും അപ്പവും കല്യാണം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. കല്യാണം എന്നുള്ളത് എത്തിയപ്പോഴേ ഞങ്ങൾ പരസ്പരം എടുത്ത തീരുമാനമാണ്. ഒരു കാരണവശാലും നമ്മൾ പരസ്പരം 2 വീട്ടുകാരെയും ബുദ്ധിമുട്ടിപ്പിക്കില്ല. ബിക്കോസ് നമ്മൾ അഡൾട്ടായി ഞാൻ ഈ ക്യൂട്ട്നെസ് വെതറിയാലും ദൊമക്ക ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കൂല. നമ്മൾ നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പൈസയ്ക്ക് മാത്രമേ ഈ ഒരു പരിപാടികളെല്ലാം ചെയ്യുമെന്നുള്ളത്. ഇൻ കേസ് എൻഗേജ്മെൻ്റ് ആയാലും നമ്മുടെ ഈ ഒരു ഫംഗ്ഷനായാലും ഈ ഒരു പണ്ടിമേള അല്ലെങ്കിൽ പാണ്ടിനൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനായാലും നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ അവിടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഇപ്പം നിങ്ങളൊരു സെൽഫ് ഏർണിംഗ് ആയിട്ടുള്ള 2 ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷനൊന്നും നടത്താൻ താല്പര്യമില്ല, ജസ്റ്റ് രജിസ്റ്റർ മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അത് മതി. ഇല്ല നിങ്ങൾക്കൊരു അടിച്ചുപൊളി ഫംഗ്ഷനൊക്കെ വേണം എന്ന് മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പറയില്ലേ നമ്മൾ മരിച്ചു പോകുമ്പം ചില 7 മിനിറ്റ് നമുക്ക് ഓർമ്മ ഇങ്ങനെ നിൽക്കും. 7 മിനിറ്റ് നമുക്ക് എന്തൊക്കെ ഓർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിലെൻ്റെ ഒരു ഓർമ്മയാണ് ഈ കഴിഞ്ഞ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് അങ്ങനെയാണ് ലൈക്ക് മെമ്മറീസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷൻ അത്രേ ഉള്ളൂ. ആൻഡ് അപ്പം അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾ 2 സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോയാൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളയാളുമായിട്ട് തീരുമാനിക്കുകയാണ് ഓക്കെ നമുക്ക് ഹൽദി വേണ്ട, നമുക്ക് ഇന്നതൊക്കെ മതി. കാരണം ഞാൻ ഓൾറെഡി അപ്പോയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്താണ് ഞങ്ങൾക്ക് ഹൽദി വേണ്ട, പിന്നെന്തോന്ന് സംഗീത് വേണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു പ്രീ വെഡിങ് ഫംഗ്ഷൻ നമുക്ക് പോവാം, എന്തെങ്കിലും വെറൈറ്റി പോവാം, അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആൻഡ് ഈ ഒരു പാണ്ടിനായിട്ട് ഞാൻ റേസിസ്റ്റ് അങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു ഫംഗ്ഷൻ്റെ പേര് ഇങ്ങനെയാണ്. സോ ഞാനല്ല ആദ്യമായിട്ട് നടത്തിയത്, ഇത് മുന്നേ നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാനാണിത് ഞാൻ അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചില്ല. കാരണം എനിക്ക് തമിഴ് പീപ്പിൾസുമായിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഐ ഹാവ് എ ഗുഡ് ബന്ധം ബിക്കോസ് എവറി ടൈം ഐ മീൻ തെങ്കാശി. അപ്പോൾ അവരുമായിട്ടൊക്കെ ഇനി നല്ല ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ആൻഡ് സോ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിട്ട്